Let's start the class now. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? In last class we discussed about ascending order and descending order, right? അല്ലേ? What is ascending order? Ascending order means arranging numbers from smallest one to highest one. ഏറ്റവും ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, then descending order. What is descending order? It is the arrangement of numbers from highest number to smallest number. ഏറ്റവും വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്ക് നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കാം. എന്താ ഹോംവർക്ക് എന്നറിയോ? നിങ്ങളുടെ വീട്ടില് കറൻസി നോട്ട്സ് ഇല്ലേ? ഫാദറിന്റെയോ മദറിന്റെയോ കയ്യിൽ കറൻസി നോട്ട്സ് ഇല്ലേ? പൈസ രൂപ കറൻസി നോട്ട്സ്, 10 rupee നോട്ട്, 20 rupee നോട്ട്, 50 rupee നോട്ട്, ഇതൊക്കെ ഇല്ലേ? അപ്പൊ കയ്യിലുള്ള എല്ലാ നോട്ടും എടുക്കുക. അതായത് 10 rupee നോട്ടിന്റെ ഒന്ന്, 20 rupee നോട്ടിന്റെ ഒന്ന്, 50 rupee നോട്ടിന്റെ ഒന്ന്, ഏതൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ ഓരോന്ന് വീതം എടുത്തിട്ട് അതിനകത്തുള്ള നമ്പർ ഇല്ലേ? ഇപ്പൊ 10 rupee നോട്ടില് 10, 50 rupees നോട്ടാണെങ്കിൽ 50. ആ നമ്പറിന്റെ അസെൻഡിങ് ഓർഡറിൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഏറ്റവും ചെറിയ രൂപ, ചെറിയ കറൻസി നോട്ട്സ് ആദ്യം വെക്കുക. ഇപ്പൊ 5 rupee നോട്ട് ഉണ്ടെങ്കിൽ അത് ആദ്യം വെക്കുക. അതിന്റെ തൊട്ടടുത്ത് 10 rupee നോട്ട്, പിന്നെ 20 rupee നോട്ട്, പിന്നെ 50 rupee നോട്ട്, അങ്ങനെ വെച്ചിട്ട് ഏറ്റവും വലിയ കറൻസി നോട്ട് അവസാനം വെച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ടുഡേസ് ഹോംവർക്ക്. മനസ്സിലായോ? ഹോംവർക്ക് എന്താന്ന് മനസ്സിലായില്ലേ? കറൻസി നോട്ട്സ് എടുക്കുക. ഏതൊക്കെയാ കറൻസി നോട്ട്സ് ഉള്ളതെന്ന് വെച്ചാല് വീട്ടിൽ നിന്ന് അച്ഛനോടോ അമ്മയോടോ ചോദിച്ചിട്ട് എടുക്കുക. അവരുടെ പെർമിഷനോട് കൂടി മാത്രം എടുക്കുക. അത് അതേപോലെ അവർക്ക് തിരിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, then today we have a new topic, that is ordinal numbers. Ordinal numbers. Do you know what is ordinal numbers? എന്താന്നറിയോ ordinal numbers എന്ന് പറഞ്ഞാല്? numbers ഏതാന്നറിയില്ലേ? What is numbers? 1, 2, 3, 4, 5, 6 ഇങ്ങനെയുള്ളതിനെ numbers എന്ന് പറയും. എന്താ ordinal numbers? ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചോ? അറിയോ ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് എന്താന്ന്? പഠിച്ചു. ഇല്ലാന്ന് പറയരുത്, ഞാൻ തന്നെയാ പഠിപ്പിച്ചത് ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സും. അപ്പൊ അതുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ളതാണോ ഈ ഓർഡിനൽ നമ്പേഴ്സ്? യെസ് ഓർ നോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഡു യു നോ വാട്ട് ഈസ് ഓർഡിനൽ നമ്പേഴ്സ് ആൻഡ് odd numbers and even numbers? odd numbers even numbers എന്താന്ന് എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്, ന്യൂ ടോപ്പിക് എന്താ? ഓർഡിനൽ നമ്പേഴ്സ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? Please give me your answer with yes or no. Is there any connection with odd numbers and ordinal numbers? Okay, kore per yes പറഞ്ഞിട്ടുണ്ട്, kore per no പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കറക്റ്റ് ആൻസർ നോ ആണ്. ഇത് തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ഓഡ് നമ്പേഴ്സ് വേറെ, ഓർഡിനൽ നമ്പേഴ്സ് വേറെ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ കുറെ കുട്ടികളുണ്ട് അല്ലേ? കുറെ കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു എക്സാം വെച്ചു. സാധാരണ നിങ്ങൾ സ്കൂളിൽ വരുന്ന സമയത്താണെങ്കിൽ
നിങ്ങൾക്ക് മാത്സിന്റെ ഒരു എക്സാം വെച്ചു. എക്സാം വെച്ചിട്ട് പിറ്റേന്ന് ഞാൻ പേപ്പർ കൊണ്ടുതരുമ്പോ നിങ്ങൾക്ക് എന്തായിരിക്കും? വലിയ ആങ്സൈറ്റി ഉണ്ടാവില്ലേ? ആരാണ് ആദ്യം കൂടുതൽ മാർക്ക് വാങ്ങിയത്? ആരാണ് അതിൽ കുറവ് മാർക്ക് വാങ്ങിയത്? യു ഹാവ് ആങ്സൈറ്റി? അറിയാൻ ഭയങ്കര താല്പര്യമായിരിക്കും അല്ലെ പേപ്പർ തരുമ്പോ? അപ്പൊ നമ്മള് ക്ലാസ്സില് ടോട്ടൽ മാർക്ക് നോക്കിയാല് ഏറ്റവും ആദ്യം വരുന്ന ആളെ എങ്ങനെ പറയും? ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവരെ? He is in the first position. He is in the first position. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളെ നമ്മൾ എന്ത് പറയും? ആ കുട്ടി ഫസ്റ്റ് ആയി എന്ന് പറയും അല്ലേ? ആണല്ലോ. ഇനി അതിൽ കുറവ് മാർക്ക് കിട്ടിയാലോ എന്ത് പറയും? ആ കുട്ടി ക്ലാസ്സില് മാത്സിന്റെ എക്സാമിന് സെക്കൻഡ് ആണെന്ന് പറയും. മാർക്ക് കിട്ടിയതില് ഏറ്റവും കൂടുതൽ കിട്ടിയാളെ ഫസ്റ്റ് എന്ന് പറയും. അതിൽ കുറവ് മാർക്ക് കിട്ടിയാളെ എന്ത് പറയും? സെക്കൻഡ് ആണെന്ന് പറയും. ഇനി അതിൽ കുറവ് മാർക്ക് കിട്ടിയവരോ? തേർഡ് ആണല്ലോ. അപ്പൊ കൂടുതൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്നവരെ നമ്മൾ ഫസ്റ്റ് പറയും. അതിന് തൊട്ട് താഴെയുള്ളവരെ സെക്കൻഡ്, അതിന് തൊട്ട് താഴെയുള്ളവര് തേർഡ്. അങ്ങനെയല്ലേ പറയുന്നേ? ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിങ്ങൾ പണ്ട് മുതലേ കേൾക്കുന്നതാണല്ലോ. ചെറുപ്പം തൊട്ടേ കേൾക്കുന്നല്ലേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പൊ നാലാമത്തെ പൊസിഷനിൽ വരുന്നതിനെ നമ്മൾ എന്ത് പറയും? ഒന്നാമത്തെ പൊസിഷനില് ഫസ്റ്റ്, രണ്ടാമത്തെ പൊസിഷനിൽ സെക്കൻഡ്, മൂന്നാമത്തെ പൊസിഷനിൽ തേർഡ്, നാലാമത്തെ പൊസിഷനിൽ വരുമ്പോ it is known as fourth. ഒന്ന് പറഞ്ഞ എല്ലാവരും? ഫോർത്ത് പൊസിഷൻ. ഓക്കെ. അപ്പൊ അഞ്ചാമത്തെ പൊസിഷനിലാണെങ്കിലോ? ഫിഫ്ത്ത് പൊസിഷൻ. ഫിഫ്ത്ത്. ഇനി ആറാമത്തെ ആണെങ്കിലോ? ഇറ്റ് ഈസ് സിക്സ്ത്. ഇറ്റ് ഈസ് സിക്സ്ത്. നിങ്ങൾ പറഞ്ഞേ എന്റെ കൂടെ, മിസ്സിന്റെ കൂടെ പറഞ്ഞേ. സിക്സ്ത്. ഇനി ഏഴാമത്തെ പൊസിഷൻ ആണെങ്കിലോ? സെവൻത്ത്. സെവൻത്ത്. എട്ടാമത്തെ പൊസിഷൻ ആണെങ്കിലോ? എയ്ത്ത്. Come on, tell me with എന്റെ കൂടെ പറഞ്ഞ എല്ലാവരും. എയ്ത്ത്. ഇനി ഒമ്പതാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന നയൻ എന്നുള്ള പ്ലേസിൽ നിൽക്കുന്നതാണെങ്കിൽ നയൻത്ത്. നയൻത്ത് പൊസിഷൻ. ആരും പറയുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നത് എനിക്ക് ഇവിടുന്ന് മനസ്സിലാവും. എല്ലാരും പറഞ്ഞേ നയൻത്ത്. ഓക്കെ. ഇനി പത്താമത്തെ പൊസിഷൻ ആണെങ്കിലോ? ഇറ്റ് ഈസ് 10th പൊസിഷൻ. ഇറ്റ് ഈസ് 10th പൊസിഷൻ. മനസ്സിലായോ? അപ്പോ വാട്ട് ഈസ് ഓർഡിനൽ നമ്പേഴ്സ്? എന്താ ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല്? Ordinal numbers are used to indicate the order. Ordinal numbers are used to indicate the order. നമ്മൾ ക്രമമായിട്ട് പറയുന്നതിന്, ഇത്രാമത്തെ പൊസിഷനിലാണ് എന്ന് പറയുന്നതിന് യൂസ് ചെയ്യുന്നതാണ് ഓർഡിനൽ നമ്പേഴ്സ്. ഓക്കെ. അപ്പൊ നമ്മള് ആദ്യത്തത് 1, 2, 3, 1, 2, 3 ഈ 3 പൊസിഷനിലുള്ളതിന് മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് വരുന്നുള്ളൂ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഒന്നാമത്തേന് ഫസ്റ്റ്, രണ്ടാമത്തേന് സെക്കൻഡ്, മൂന്നാമത്തേന് തേർഡ്. ഇനി നാലാമത്തെ വരുമ്പോ ഫോർ സ്പെല്ലിംഗ് FOUR, ഫോർ. അതിന്റെ കൂടെ ഒരു TH കൂടി കൂട്ടിയാല് അതിന്റെ ഓർഡിനൽ നമ്പർ കിട്ടും. ഫോർത്ത്. Look at your text. All of you take your textbook. Page number 71. Page number 71. അപ്പൊ നമ്മൾ എങ്ങനെയാ അതിന്റെ
ഡിജിറ്റ്സിൽ എങ്ങനെയാ നമ്മൾ എഴുതും? ഫസ്റ്റ് എന്നുള്ളതിന് എങ്ങനെ എഴുതും? ഫസ്റ്റ് സ്പെല്ലിംഗ് നോക്കിയേ, FIRST, ഫസ്റ്റ്. അതിനെ നമ്പർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതും? ഫസ്റ്റ് എന്നുള്ളതിന് 1 എഴുതിയിട്ട് 1 എഴുതിയിട്ട് അതിന്റെ കൂടെ ST, ദാറ്റ് ഈസ് ഫസ്റ്റ്. ഓക്കെ. അപ്പൊ സെക്കൻഡ് എന്നുള്ളതിനോ സ്പെല്ലിംഗ് SECOND. സെക്കൻഡ് സ്പെല്ലിംഗ് ഇതാണ്. സെക്കൻഡ് നമ്മൾ എങ്ങനെ നമ്പർ വെച്ചിട്ട് എഴുതും? 2 എന്ന് എഴുതാ, ഒരു N-ഉം D-യും, ദാറ്റ് ഈസ് സെക്കൻഡ്. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ്. 2 എന്ന് എഴുതിയിട്ട് കൂടെ ഒരു N ആൻഡ് D, ദാറ്റ് ഈസ് സെക്കൻഡ്. ഇനി തേർഡ്, മൂന്നാമത്തെ പൊസിഷനെ പറയും തേർഡ്. തേർഡ് എങ്ങനെ എഴുതും? 3 എന്ന് എഴുതിയിട്ട് കൂടെ RD, ദാറ്റ് ഈസ് തേർഡ്. സ്പെല്ലിംഗ് എന്താ തേർഡിന്റെ? THIRD, തേർഡ്. ഓക്കെ. ഇനി പൊസിഷൻ 4 മുതൽ, നാലാമത്തെ പൊസിഷൻ മുതല് നമുക്ക് സ്പെല്ലിംഗ് പഠിക്കാൻ ഈസിയാണ്. എന്താന്ന് വെച്ചാല് ആ ഡിജിറ്റ് നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് അതിന്റെ കൂടെ TH കൂട്ടിയാൽ മതി. ഫോർത്ത്, FOUR പ്ലസ് ആഡ് TH, ഫോർത്ത്. FOURTH, ഫോർത്ത്. ഇനി ഫിഫ്ത്ത് ആണെങ്കിലോ there is slight difference, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 5ന്റെ സ്പെല്ലിംഗ് FIVE, അതിനാ VE മാറ്റുക, FIFTH, ഫിഫ്ത്ത്. ഓക്കെ. ഇനി സിക്സ്ത് ആണെങ്കിലോ SIXTH, സിക്സ്ത്. ഒരു വ്യത്യാസമില്ല, TH കൂട്ടിയാൽ മതി നമ്പറിന്റെ കൂടെ. ഇനി സെവൻത്ത് ആണെങ്കിൽ SEVENTH, സെവൻത്ത്. അത് നമ്പേഴ്സിൽ എഴുതുമ്പോ എങ്ങനെ എഴുതും? ഫോർത്ത് മുതല് നമ്പർ എഴുതുക, കൂടെ ഒരു TH എഴുതുക, ദാറ്റ് ഈസ് ഓർഡിനൽ നമ്പേഴ്സ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ 10th വരെയുള്ള ഓർഡിനൽ നമ്പേഴ്സ് മനസ്സിലായല്ലോ? 10th വരെയുള്ള ഓർഡിനൽ നമ്പേഴ്സ് മനസ്സിലായോ? All of you look at your book. There you can see some children are running. കുറച്ച് കുട്ടികളെ ഓടുന്ന ഒരു പിക്ചർ കണ്ടോ? കണ്ടില്ലേ? അതിൽ ഓരോരുത്തർക്കും ഓരോ നമ്പർ ഉണ്ട്. അവരുടെ ടീഷർട്ടിന് ഓരോ നമ്പർ. ആ ഓരോ ടീഷർട്ടിനും ഓരോ കളറും കണ്ടോ? കണ്ടോ? അതിനിടയില് കുറച്ച് സെന്റൻസ് ഉണ്ട്. You have to fill the blanks. കുറച്ച് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യണം. എങ്ങനെ ചെയ്യും? ഈ ചിത്രം വെച്ചിട്ട്, അതായത് ഈ കുട്ടികൾ ഓടുന്ന ചിത്രം വെച്ചിട്ട് ഫില്ല് ചെയ്യണം. മിസ് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണ്ടേന്ന്. ഫസ്റ്റ് സെന്റൻസ് എന്താ? There are dash children in the group. എത്ര കുട്ടികളുടെ ഗ്രൂപ്പില് ഒന്ന് എണ്ണി നോക്കിയേ. ആ പിക്ചറിനകത്ത് how many children are there? How many children? There are 10 children. Okay, then write 10 at first sentence. There are 10 children in the group. In your text, write with a pencil. There are 10 children in the group. എഴുതിയോ? എല്ലാരും ടെക്സ്റ്റിനകത്ത് എഴുതിയേ? ആ സെന്റൻസ് ഫില്ല് ചെയ്തേ. There are 10 children in the group. Okay. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. The dash
dash dash and dash are girls. എത്ര ഗേൾസ് ഉണ്ട് അവിടെ? എണ്ണി നോക്ക്. 1 2 3 4. 4 ഗേൾസ് ഉണ്ട് അല്ലേ? എത്ര ഗേൾസ് ഉണ്ട്? There are 4 girls. അവരുടെ ഒക്കെ ടീഷർട്ടിന്റെ നമ്പർ നോക്കിയാ നിങ്ങള്. ഏതൊക്കെയാ? 4, then 1, 8, 7. കണ്ടോ ഏതൊക്കെ ടീഷർട്ട്? 4, 1, 8, 7. ഈ 4 നമ്പേഴ്സ് ഉള്ള കുട്ടികള് ഗേൾസ് ആണല്ലേ? അപ്പൊ ഈ ചിത്രത്തിൽ എന്താ നമ്മൾ പറയുന്നേ? ദിസ് ഈസ് എ റേസിംഗ്. ഇതൊരു ഓട്ട മത്സരത്തിന്റെ ചിത്രമാണ്. ദിസ് ഈസ് എ പിക്ചർ ഓഫ് റേസിംഗ്. ദെൻ ഫസ്റ്റ് പൊസിഷനിൽ ഓടിയെത്തിയത് ആരാ നോക്കിയേ? ഏറ്റവും ആദ്യം ഓടിയെത്തിയത് ആ കുട്ടിയുടെ ടീഷർട്ടിന്റെ നമ്പർ ഏതാ? Show me with your finger. എന്താ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഏറ്റവും ആദ്യം ഓടിയെത്തിയ കുട്ടിയുടെ ടീഷർട്ടിന്റെ നമ്പർ ഏതാ? 7. ഇനി രണ്ടാമത് എത്തിയതാരാ? Don't write. രണ്ടാമത് എത്തിയതാരാ? 8. 8 ആണല്ലേ രണ്ടാമത്തെ കുട്ടിയുടെ ടീഷർട്ടിന്റെ നമ്പർ. ആൻഡ് ഫസ്റ്റ് പൊസിഷനിലെ ഒരു ഗേൾ, ദെൻ സെക്കൻഡ് പൊസിഷനിലും ഒരു ഗേൾ, തേർഡ് പൊസിഷനിലോ ഒരു ബോയ്, ഇനി ഫോർത്ത് പൊസിഷനിലും ഒരു ഗേൾ. അത് കഴിഞ്ഞ് ഫിഫ്ത്തില് ഒരു ബോയ്, സിക്സ്ത്തില് ഒരു ബോയ്, സെവൻത്തിലും ഒരു ബോയ്, എയ്ത്തില് ഒരു ബോയ്, ലാസ്റ്റ് 9th പ്ലേസില് ഒരു ഗേൾ, ഏറ്റവും ലാസ്റ്റ് 10th പ്ലേസില് ഒരു ബോയ്. അപ്പൊ ഏതൊക്കെ പ്ലേസിലാ നമുക്ക് ഇവിടെ ഗേൾസ് വരുന്നേ? ഏതൊക്കെ പ്ലേസിലാ ഗേൾസ് വരുന്നേ? ഫസ്റ്റ് പൊസിഷനില്, സെക്കൻഡ് പൊസിഷനില്, ഫോർത്ത് പൊസിഷനില്, പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഗേൾ ഏത് പൊസിഷനിലാ? 9th പൊസിഷൻ. എണ്ണി നോക്കിയാ എത്രാമതാ ലാസ്റ്റത്തെ ഗേൾ വരുന്നേന്ന്? 1 2 3 4 5 6 7 8 9. 9th പൊസിഷൻ അല്ലേ? അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ സെന്റൻസ് എങ്ങനെ ഫില്ല് ചെയ്യാം? The first, second, fourth and 9th are girls. ഏതൊക്കെ പൊസിഷനിലാ ഗേൾസ് വരുന്നേ? ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് ആൻഡ് 9th. അപ്പൊ അത് വെച്ച് അവിടെ ഫില്ല് ചെയ്തേ. രണ്ടാമത്തെ സെന്റൻസിന്റെ ആദ്യം എഴുതേണ്ടത് ഫസ്റ്റ്, FIRST, ഫസ്റ്റ്. FIRST, ഫസ്റ്റ്. Then രണ്ടാമത്തെ ഗേൾ ഏത് പൊസിഷനിലാ? സെക്കൻഡ്. രണ്ടാമത് സെക്കൻഡ് പൊസിഷനിൽ ഒരു ഗേൾ ഉണ്ട്. അപ്പൊ ആദ്യം ഫസ്റ്റ് എഴുതാ, രണ്ടാമത് സെക്കൻഡ് എഴുതാ. ദെൻ മൂന്നാമത്തെ ഗേൾ ഏത് പൊസിഷനിലാ? ഫോർത്ത് പൊസിഷൻ. ഓക്കെ, ദെൻ റൈറ്റ് ഫോർത്ത്. FOURTH, fourth.
Okay, first, second, fourth, and എത്രാമത്തെ last വരുന്ന girl? Ninth. Write down ninth. NINTH. സ്പെല്ലിങ് മേലത്തെ ടേബിളിൽ ചെക്ക് ചെയ്യാ. തൊട്ട് മുകളിലുള്ള ടേബിളിൽ നയൻത്തിന്റെ സ്പെല്ലിംഗ് ഉണ്ട്, തെറ്റിക്കരുത്. NINTH. നയൻത്ത്. Finished? എഴുതിയില്ലേ? Okay, then the third sentence. The third child is wearing a dash colored t-shirt with 10 on it. മൂന്നാമത് നിൽക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ ടീഷർട്ടിന്റെ കളർ ഏതാ? ഇറ്റ് ഈസ് റെഡ്. റെഡ് കളർ ടീഷർട്ട് അല്ലേ മൂന്നാമത് നിൽക്കുന്ന കുട്ടി ഇട്ടിരിക്കുന്നത്? ആൻഡ് the number is 10 on it. മൂന്നാമത്തെ കുട്ടിയുടെ ടീഷർട്ടിന്റെ മേലെ 10 എന്ന് പറയുന്ന നമ്പർ അല്ലേ ഇല്ലേ? അപ്പൊ ആ കുട്ടിയുടെ ടീഷർട്ടിന്റെ കളർ ഏതാ? റെഡ്. റൈറ്റ്? റെഡ് in third sentence. The third child wearing a red colored t-shirt with 10 on it. എന്താ റെഡിന്റെ സ്പെല്ലിംഗ്? RED. red. Okay, then last sentence. The seventh child is wearing dash colored shorts. എണ്ണി നോക്കിയേ, സെവൻത്ത് പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടി ആരാ? കുട്ടി ഏതാ? സെവൻത്ത് പൊസിഷനില് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7. ആ കുട്ടിയുടെ ടീഷർട്ടിലുള്ള നമ്പർ ഏതാണെന്ന് കാണിച്ചു തന്നെ മിസ്സിന്. സെവൻത്ത് പൊസിഷനിലുള്ള കുട്ടിയുടെ ടീഷർട്ടില് 3. ഓക്കെ, then what is the color of shorts? ആ കുട്ടി ഇട്ടിരിക്കുന്ന ഷോർട്സിന്റെ കളർ എന്താ? It is white. വൈറ്റ് കളർ ഷോർട്സ് അല്ലേ ഇട്ടിരിക്കുന്നേ? ആണോ? So write white there. അവിടെ ഒന്ന് വൈറ്റ് എന്ന് എഴുതിയേ. The seventh child is wearing white colored shorts. White in the spelling എന്താ? WHITE. 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 Okay, that's all for today. ഇന്ന് ഇത്രയും മതി. അപ്പൊ ordinal numbers എന്ന് പറഞ്ഞാൽ എന്താ? What are ordinal numbers? These numbers are used to represent the order of anything, order of a thing, or the position of people, students, books, anything. എന്തിനെങ്കിലും ഓർഡറിനെയോ പൊസിഷനെയോ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ഓർഡിനൽ നമ്പേഴ്സ്. ഫസ്റ്റ് 10 ordinal numbers are first, second, third, fourth, fifth,
6th, 7th, 8th, 9th and 10th. ഓക്കെ, ഈ 10 ഓർഡിനൽ നമ്പേഴ്സിന്റെ സ്പെല്ലിംഗ് പഠിക്കാം. ഓക്കെ, എങ്ങനെ പഠിക്കും? നോട്ട്ബുക്കിനകത്ത് ഓരോ ഓർഡിനൽ നമ്പേഴ്സും 5 ടൈംസ് എഴുതി പഠിക്കാം. In your notebook, ഫസ്റ്റ് എന്ത് ചെയ്യാ? ഓർഡിനൽ നമ്പേഴ്സിന് ഹെഡിങ് എഴുതാം. ഓക്കെ, ഈ പേജ് നമ്പർ 71 മേലെ കണ്ടില്ലേ ഹെഡിങ് ഓർഡിനൽ നമ്പേഴ്സ്? ഓർഡിനൽ നമ്പേഴ്സിന് ഹെഡിങ് എഴുതാ. എന്നിട്ട് ആദ്യത്തെ കോളം ഇല്ലേ, ദ ഫസ്റ്റ് 10 ഓർഡിനൽ നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കോളം കണ്ടില്ലേ? അതിനകത്തുള്ളത് പോലെ ഫസ്റ്റ് എഴുതുക, 1 എഴുതി ST എന്ന് എഴുതുക. എന്നിട്ട് അതിന്റെ സ്പെല്ലിംഗ് ഫസ്റ്റ്, FIRST, ഫസ്റ്റ്. അങ്ങനെ 5 ടൈംസ് എഴുതാ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് 2 എഴുതി ND എഴുതി അതിന് നേരെ SECOND, സെക്കൻഡ്. അത് 5 ടൈംസ് എഴുതാ. അങ്ങനെ 10th വരെ 5 ടൈംസ് എഴുതി പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് പറഞ്ഞ എന്താ? കിട്ടാവുന്ന കറൻസി നോട്ട്സ് കളക്ട് ചെയ്യാ, അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. വാട്ട് ഓർഡർ? അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ മീൻസ് ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങി ഏറ്റവും വലിയതിലേക്ക്. ഓക്കെ, ഇനി ഇത്രയും പോരെ? അപ്പൊ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങള് ഇരിക്കുന്ന സമയത്ത് കളർ പെൻസിലും കൂടി എടുക്കണം കേട്ടോ. നാളെ മാത്സിന്റെ ക്ലാസ്സിൽ കളർ പെൻസിലും കൂടി എടുത്തോ. നമുക്ക് കുറച്ച് കളർ കൊടുക്കാം. Okay, that's all for today. Let's wind up the class. See you in next day. Bye. Homework എല്ലാവരും ഇന്ന് തന്നെ ചെയ്യണേ. Okay, bye.